കോട്ടയം ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളും ഫ്ലക്സുകളും നശിപ്പിച്ചെന്ന് പരാതി. മാടപ്പള്ളി തൃക്കുടിത്താനം മേഖലയിലാണ് പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചത്. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് തൃക്കുടിത്താനം ഡിവിഷനിൽ മത്സരിക്കുന്ന മനുകുമാർ എന്ന സ്ഥാനാർത്ഥിയാണ് ഞാൻ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് നമ്മൾ വെച്ച ഫ്ലക്സിൻ്റെ അവസ്ഥയാണ്. ഇത് രണ്ടാമത്തെ ഫ്ലക്സാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നിർമ്മല ചേച്ചി ഇവിടുത്തെ 7ാം വാർഡിൽ മത്സരിക്കുന്ന പായ്പാട് മത്സരിക്കുന്ന നിർമ്മല ചേച്ചിയുടെ ഫ്ലക്സും വ്യാപകമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അവിടെ മത്സരിക്കുന്ന ഷിജിൻ്റെ ഫ്ലക്സും നശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന വഴികളിലെല്ലാം തന്നെ നമ്മുടെ ഫ്ലെക്സ് നശിപ്പിച്ച ഒരു സാഹചര്യമാണ് കണ്ടത്. ഇതൊന്നും ശരിയായ കാര്യമല്ല. സാധാരണക്കാരായിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്ലെക്സിൻ്റെ വില ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കുമ്പോൾ താങ്ങാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് ഇതിങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യരുത്. അത് ചെയ്താലും ജനങ്ങൾ അതിന് മറുപടി പറയും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ടോബി ജോൺസൺ ഉണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ ടോബി, ഇതാരാണ് ഈ ഫ്ലെക്സ് നശിപ്പിച്ചതിന് പിന്നിൽ? ടോബി, ഉന്മേഷ, ആരാണ് എന്നതിനെ കുറിച്ചൊരു വ്യക്തതയില്ല. രാത്രി സമയങ്ങളിലാണ് ഈ ഫ്ലെക്സുകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് എന്നൊരു പരാതിയാണ് കോൺഗ്രസിൽ നിന്നും വന്നിരിക്കുന്നത്. മാടപ്പള്ളി ബ്ലോക്കിൽ തൃക്കൊടിത്താനം ഡിവിഷനിൽ മത്സരിക്കുന്ന മനുകുമാറിന്റെയും അതുപോലെ തന്നെ പായ്പാട് പഞ്ചായത്തിലെ 7ാം വാർഡിൽ മത്സരിക്കുന്ന നിർമ്മല ജയകുമാറിന്റെയും അതുപോലെ തന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെയും ഫ്ലെക്സുകളാണ് വ്യാപകമായി നശിപ്പിച്ചിരിക്കുന്നത്. ഈ 3 പേരും കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി ഇതുമായി മുന്നോട്ട് പോവുകയാണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ ഒരു പരാതി നൽകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം. ആരാണ്, എതിർ സ്ഥാനാർത്ഥികളാണെന്നോ അല്ല അങ്ങനെയുള്ള ആരോപണങ്ങളൊന്നും ഇവരും ഉന്നയിക്കുന്നില്ല. പക്ഷേ ആരോ രാത്രികാലങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലെക്സുകൾ വെക്കുന്നതെല്ലാം തന്നെ നശിപ്പിക്കുകയാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണയാണ്. ആദ്യം സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടായെങ്കിലും അതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതി ഇവർ പരാതി പറയാതിരിക്കുകയായിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിലേക്ക് ഈ വാർത്ത നൽകാൻ, ഇത്തരത്തിലുള്ള സംഭവം അത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന് ജനങ്ങൾ മറുപടി നൽകുമെന്നുള്ള ഒരു നിലപാടാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ എടുത്തിട്ടുള്ളത്. ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള നീക്കവും ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എടുത്തിട്ടുണ്ട്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.